ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു 2-3 വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ലോങ് വീഡിയോ ആണ് ഇത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഒരു ഇൻട്രോ രണ്ടാമത് തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ലോങ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഇത് ഫുൾ ഇരുന്ന് കാണണേ. ഇതിൻ്റെ 2 ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലോങ് വീഡിയോ ആണിത്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടേ, ഡോക്യുമെൻറ്റ്സും സാധനമൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഉണ്ടായിരുന്നു. ചായ കുടിച്ചു. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു, അല്ല ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ റെഡിയായി. എല്ലാം കഴിഞ്ഞ് അച്ഛനും അളിയനും ഞാനും കൂടെയാണ് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ല പോകുന്നത്. അപ്പോൾ അച്ഛനമ്മയും കൂടി ഞാൻ ടാറ്റയൊക്കെ കൊടുത്തിരുന്നപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നു ടാറ്റ തരാൻ നോക്കണുണ്ട. കൈയൊക്കെ പോക്കി ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു കല്ലു. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞു റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നല്ല, കാറ് എടുക്കാനായിട്ടാണ്. അവിടം വരെ ഒന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരു മോശവും പറയാൻ പറ്റത്തില്ല, നല്ല അടിപൊളി റോഡ്. അതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് തന്നെ പോയി തിരിച്ച് വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവിടെ പോകുന്ന വഴിയൊക്കെ ഫുള്ള് റംബൂട്ടാൻ ഇങ്ങനെ എല്ലാ സൈഡിലും ഇതേപോലെ തന്നെ റെഡ് നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കണായിരുന്നു. പിന്നെ കുറേ മലയും കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടെ എത്താറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും പിള്ളേരും കൂടെ അവിടെ ഒരു കടയിൽ പ്രിന്റ് എടുക്കാൻ പോയേക്കുക. ആക്ച്വലി ഞാൻ പോയിക്കൊണ്ടിരിക്കണ എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു സംഭവം നേടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സംഭവം തന്നെ, അതായത് എൻ്റെ ഡിഗ്രി ലൈഫ് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണിത് എന്നെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു, പക്ഷേ ചെറിയൊരു ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം അത് നേടാൻ പറ്റിയില്ല. അത് ഞാൻ ഈ വർഷം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സപ്പോസ് ഞാനിവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് മാറിയേക്കണേൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ആഗ്രഹം സഫലീകരിക്കാനായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഓക്കെ ആക്കണം വിചാരിക്കണം. കല്ലിനെയൊക്കെ വിട്ട് മാറിയിട്ടാന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യാത്തൊരു കാര്യമാണ്. അമ്മ, അച്ഛൻ, ചേച്ചി, അളിയൻ, ആരെയും പിന്നെ ഇരിക്കാണ്ട് എനിക്ക് പറ്റൂല. കാരണം എൻ്റെ ഈ ഒരു ലൈഫ് ഞാൻ ഇതുവരെ അങ്ങനെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പക്ഷേ
പിന്നെ ഒരു എയിമിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പലതും അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ. അപ്പം ഇത്രയും കണ്ടപ്പോഴേക്ക് ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ LLBക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ തൊടുപുഴയിലെ ഒരു കോളേജിലാണ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ പോയതാണ്. അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയതായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മളവിടെ അഡ്മിഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഫീസൊക്കെ അടച്ചു എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. വന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കേട് പോന്ന് വരുന്തോറും നമ്മളൊരു കടയിൽ കയറാന്ന് വെച്ചു ഫുഡ് കഴിക്കാനായിട്ടൊന്നും വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിലെത്തി. ഞങ്ങളപ്പോൾ അവിടെ നിർത്തി. ഞാൻ വെച്ചൊരു ചിക്കൻ ബിരിയാണി, അളിയൻ ഒരു ബീഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ തിരിച്ച് വന്ന വഴി അവിടെയൊക്കെ നിറച്ച് റംബൂട്ടാനാന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാനും വെക്കുന്നുണ്ടായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടുണ്ട്. അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ദിവസം കൂടെ വരാനുണ്ട്. അപ്പോൾ സൗണ്ട് കൂടുതലാണോ പാട്ടിൻ്റെ എനിക്ക് ഡൗട്ട്. അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ ഇനി സെക്കൻഡിൻ്റെ ഒക്കെ വരാനുണ്ട്, ഫേസ് 2 ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെ നോക്കിയിട്ട് വേറെ അടുത്ത എവിടെയെങ്കിലും ലോങ് ആണ് ഇച്ചിരി അത്യാവശ്യം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ആണ് താല്പര്യമുള്ള വേറെ എവിടെയും കൂടെ ആണ് കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ TC മേടിക്കും. ഇവിടെ ഇപ്പം എന്തായാലും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എത്രയാണ് അപ്പോൾ പറയണേന്നാവും ഇന്നില്ലാട്ടെ. എന്താ പറഞ്ഞത് വെച്ചാൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ ഇവിടെ ഓക്കെ അല്ലാന്നാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടിയതുണ്ടെങ്കിൽ ഇവിടെ TC മേടിക്കും, എന്നിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലാതെ ഇവിടെ തന്നെ പഠിക്കേണ്ടി വരും. അത്യാവശ്യം നല്ല ലോങ് ആണ്. എന്തായാലും ഇവിടെ നിന്ന് പഠിക്കാനേ പറ്റുള്ളൂ. എല്ലാ വീക്കിലി ഒക്കെ വന്ന് പോകാനായിട്ടേ പറ്റുള്ളൂ. വീക്കിലി അത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നോക്കാം. അങ്ങനെ ഒരു കടയിൽ കയറി റംബൂട്ടാനും പൈനാപ്പിളും കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് പിന്നെയും പോകുന്ന വഴിക്ക് നല്ല വെയിലിങ്ങടേക്കൊക്കെ. പിന്നെ അതേ വീട്ടിലെത്തിയിട്ടുണ്ടായാലും അങ്ങനെ കല്ലുവിൻ്റെ കൂടെ കുറേ നേരം അവിടെ കിടന്നു. ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നപ്പോൾ ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഡ്മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിനാണ് കേട്ടത്. ഇത് രണ്ടാമത്തെ ഒരു ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ വേറൊരു ദിവസമാണ്. ഇത് എനിക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കോട്ടയത്താണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകണതാണ് ഈ കാണുന്നത്. അത് ഞാൻ അച്ഛനും കൂടെ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. മറ്റേ സ്ഥലത്ത് ആദ്യം ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞില്ല, അവിടെ പോയിട്ട് TC മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി TC മേടിച്ചിട്ട് വേണം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി. നമ്മളിത് ട്രെയിനൊക്കെ കയറി കോട്ടയം എത്തിയിട്ടുണ്ട്. കോട്ടയത്തല്ല,
ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ബസ് കയറി. അപ്പോഴാണ് അറിയണത് കാഞ്ഞിരപ്പള്ളിയിലല്ല സ്ഥലം, അവിടെ നിന്നും കുറച്ചും കൂടെ പോകാനുണ്ട് കോളേജിലേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് രണ്ടാമതൊരു ബസ് പിടിച്ചിട്ടാണ് നമ്മൾ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് എല്ലാ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് KSRTC ബസ് കയറി നേരെ കോട്ടയം വന്നിട്ട് പിന്നെ ട്രെയിനിൽ കയറാനായിട്ട് നമ്മളിതേ പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ കയറാനായിട്ട് പോണെയാണ്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഞാൻ എന്തെങ്കിലും മുടിയൊക്കെ ഒന്ന് ഫുൾ അലമ്പായിരിക്കുമായിരുന്നു യാത്രയൊക്കെ ചെയ്തിട്ട്. അങ്ങനെ മുടിയൊക്കെ വാരി കെട്ടുമായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് ഉച്ചക്ക് അച്ഛന് മാത്രം ചോറ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല, എനിക്ക് വിശക്കനുണ്ടായില്ല. ഞാൻ ഒരു ലിറ്റിൽ ഹാർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് അതും കഴിച്ച് വെള്ളം കുടിച്ചിരിക്കണമായിരുന്നു. അതിന് ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളേജിൽ ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചുള്ള വീഡിയോസൊക്കെ ഇനി അവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെയാണ്. ഫസ്റ്റ് ഡേ അവിടുത്തെ ഒരു ഇനീഷ്യേഷൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ എന്നെ അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ടൊക്കെ അവർ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ഒന്ന് കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനമൊക്കെ മേടിച്ച് എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് അവർ വീട്ടിൽ പോയി തിരിച്ച്. ഞാൻ ഫസ്റ്റ് ഒരു ഹോസ്റ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഹോസ്റ്റൽ. അവിടെ നിന്ന് ഞാൻ പക്ഷേ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് കോളേജിൽ ചെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ആ ഫ്രണ്ട് കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെയാണ് ആ റൂമിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ. പിന്നെ സംഭവം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ തന്നെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ അന്ന് ഞങ്ങൾ സിനിമാറ്റിക് ഡാൻസ് ഞങ്ങൾ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെയാണ് ഞങ്ങളുടെ കോളേജ് ഡേ തുടങ്ങിയത് തന്നെ. അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ 2 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ്, ഒരു ദിവസത്തെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം വെക്കേഷൻ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് ആണ് ഉള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഓണമൊക്കെ വീട്ടുകാരായിട്ടൊക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ അതിന് തിരിച്ചു പോകുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഓണാശംസകളും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.